ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രകോപനമില്ലാതെ ഒരു കൊലപാതകം നടത്തിയ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയിരിക്കുകയാണ്. പ്രദീപ് തുടരുന്നുണ്ടോ? പ്രദീപ്, ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ വധശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. വധശിക്ഷ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് കൃത്യമായി മറുപടി ചൊല്ലിക്കൊണ്ട് തന്നെയാണ് കോടതി കടുത്ത ശിക്ഷ നടത്തി പൂർത്തിയാക്കിയിരിക്കുന്നത്. വധശിക്ഷയ്ക്കപ്പുറം മറ്റൊരു ശിക്ഷയും ഇതിൽ ന്യായീകരണവും ദയ ഒന്നും ഇത്തരത്തിൽ ഗ്രീഷ്മയ്ക്ക് അനുവദിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഇത്തരത്തിൽ കോടതി നടപ്പിലാക്കിയിരിക്കുന്നത്. വധശിക്ഷ കൃത്യമായും ഈ കുടുംബം, ഷാരോന്റെ കുടുംബം എന്താണോ ആവശ്യം ഉന്നയിച്ചത് ആ ഒരു ആവശ്യം തന്നെയാണ് നിലവിൽ കൃത്യമായി മറുപടി പറഞ്ഞുകൊണ്ട് തക്കതായ താക്കീതും തക്കതായ ഈ വാദത്തിനുൾപ്പെടെ പ്രതിഭാഗത്തിന്റെ വാദത്തെ ഉൾപ്പെടെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വധശിക്ഷ തന്നെയാണ് ഈ പറഞ്ഞ കോടതിക്ക് മുന്നിലും കേരളക്കരയും കാത്തിരുന്ന ആ ഒരു വിധി വധശിക്ഷ തന്നെയാണ്. വൃന്ദ, വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, കോടതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും അത്യപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് പരിഗണന തന്നെയാണ് കോടതി ഇതിൽ നൽകിയിരിക്കുന്നതിന്റെ തെളിവാണ് ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ വധശിക്ഷ നൽകിയിരിക്കുന്നത്. അത് വിധിന്യായം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ നിയമം ഇല്ല എന്നുള്ളൊരു സൂചന നൽകിക്കൊണ്ടാണ് കോടതി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് തുകയർ പരമാവധി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വധശിക്ഷയിലേക്ക് കടക്കുമോ അതല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തത്തിലേക്ക് കടക്കുമോ എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിധി പ്രസ്താവം തുടങ്ങിയ മുതൽ തന്നെ കോടതി കൃത്യമായി പോലീസിനെയും അന്വേഷണ സംഘത്തിനെയും ഒക്കെ വലിയ തരത്തിൽ ശ്ലാഘിക്കുകയും ഒപ്പം അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഒരു വധശ്രമം കൂടി IPC 307 ഒരു വധശ്രമം കൂടി നടന്നതായി കോടതി കണ്ടെത്തുകയും അതുകൂടി ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രവും ഇത് കൂടാതെ തട്ടിക്കൊണ്ടുപോകലിന് ഒരു 10 വർഷം കൂടി, അങ്ങനെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ ഇതിനെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ പ്രതിക്ക് നൽകിയിരിക്കുന്നത്. കാരണം 48 സാഹചര്യ തെളിവുകളാണ് കേസുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചത്. ആ 48 സാഹചര്യ തെളിവുകളിൽ ഒന്നിൽ നിന്ന് പോലും ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിൽ കൃത്യമായി രേഖകൾ പോലീസിനും അന്വേഷണ സംഘത്തിനും കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു. പ്രോസിക്യൂഷന് അത് കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞു എന്നതിന് കിട്ടിയ അഭിമാനാർഹമായ നേട്ടം കേരള പോലീസിനും ഒപ്പം അത് പ്രോസിക്യൂഷനും കിട്ടിയ നേട്ടം തന്നെയാണ് ഈ തൂക്കുകയർ എന്ന് പറയാൻ കഴിയും. കാരണം അത്രയധികം നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ വിശ്വാസവഞ്ചനയിലൂടെ, സ്നേഹത്തിന്റെ പേരിൽ വിശ്വാസവഞ്ചനയിലൂടെ കൊലപ്പെടുത്തി എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ നിരത്താൻ കേരള പോലീസിന് കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതാണ് വധശിക്ഷയ്ക്ക് കാരണമായിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഏകദേശം 175ഓളം രേഖകളാണ് ഈ കേസിന്റെ വിചാരണ വേളയിൽ കോടതിയുടെ പരിഗണനയിലെത്തിയത്. അത് കൃത്യമായി ശരിയാണ് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം മറ്റൊരു ശിക്ഷ കൂടി വന്നിരിക്കുന്നു. മുഖ്യ പ്രതി അല്ലെങ്കിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷത്തെ ശിക്ഷ. അതായത് അദ്ദേഹമാണ് ഈ കഷായത്തിൽ വിഷം ചേർക്കുന്നതിന് ഗ്രീഷ്മയ്ക്കൊപ്പം കൂട്ടുനിന്നത് എന്നുള്ളൊരു തെളിവ് കൂടിയുണ്ട്. എന്തായാലും അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് കോടതി ഇത് പരിഗണിച്ചിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയായ AM ബഷീർ. അത് ഇതൊരു പക്ഷേ